തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പിന്തുണച്ച് LDF മേയർ MK വർഗീസ്. തൃശൂരിന്റെ MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് MK വർഗീസ് പറഞ്ഞു. സുരേഷ് ഗോപി കോർപ്പറേഷന് വേണ്ടി പ്രഖ്യാപിച്ച പണം തന്നു, എന്നാൽ മറ്റുള്ളവർ വാഗ്ദാനം മാത്രം നൽകി എന്നും മേയർ വിമർശിച്ചു. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നയാളാണ് സുരേഷ് ഗോപി എന്നും മേയർ കൂട്ടിച്ചേർത്തു. തൃശ്ശൂർ ഇപ്പോൾ ആളാണ് കൂടി ഉണ്ടല്ലോ. ഓക്കെ മീൻസ് ആള് ഫിറ്റാണ്, നോ പ്രോബ്ലം. MP-ക്ക് ആള് ഫിറ്റാണ്. യെസ്, വൈ നോട്ട്? അതാണ് ആൾ നിൽക്കുന്നത്. ആൾക്കറിയാം ഐ എം ഫിറ്റ് എന്ന ആൾ മനസ്സിലാക്കിക്കൊണ്ട് ആളിവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. MP ആവുക എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്നൊരു സംഭവമല്ല. അതിന് കുറേ ക്വാളിറ്റികളുണ്ടാവണം. ജനം മനസ്സിനകത്ത് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങളുടെ കൂടെ നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ളവരാണല്ലോ സ്വതവേ നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ആളതിന് ഫിറ്റാണ്. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ് സജി, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ ഒരു പ്രതികരണം മേയറുടെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടാകാൻ കാരണം? സുരേഷ് ഗോപി മുന്നിലിരിക്കുന്നത് കൊണ്ടാണോ? സ്മിത, എന്തായാലും തൃശ്ശൂർ പോലെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ LDF-ന് വെട്ടിലാക്കുന്നതാണ് ഇപ്പോൾ ഈ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം. തൃശ്ശൂർ MP ആവാൻ സുരേഷ് ഗോപി എന്തുകൊണ്ടും ഫിറ്റാണ് എന്നൊരു പ്രതികരണമാണ് മേയർ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേയറോട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമോ എന്നൊരു ചോദ്യം കൂടി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ആ സമയത്ത് മേയർ പറഞ്ഞത് താൻ സ്വതന്ത്രനാണ്, അതായത് സ്വതന്ത്ര കൗൺസിലറാണ് എന്നുള്ളതാണ് മേയർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം തനിക്കുണ്ട്. വികസനത്തിനൊപ്പമായിരിക്കും തൻ്റെ വോട്ട്, അല്ലെങ്കിൽ വികസനം നടപ്പാക്കുന്നവർക്കായിരിക്കും തൻ്റെ വോട്ട് എന്നുള്ളതായിരുന്നു മേയർ പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ LDF-നാകണം ഈ വോട്ട്, ആയിരിക്കും ഈ വോട്ട് ചെയ്യുക എന്ന് മേയർ പറഞ്ഞു എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അത്തരത്തിൽ ഈ സുരേഷ് ഗോപിയാണ് വികസനം നടപ്പാക്കിയത്, അതിനുശേഷമാണ് ഇദ്ദേഹം പറയുന്ന വികസനത്തിനായിരിക്കും തൻ്റെ വോട്ട്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയെ തീർത്തും വെട്ടിലാക്കുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ തൃശ്ശൂർ മേയറായിട്ടുള്ള MK വർഗീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ, ഈ കോർപ്പറേഷനിലെ കോൺഗ്രസ് വിമതനായിരുന്നു MK വർഗീസ് മത്സരിച്ചിരുന്നത്. പിന്നീട് MK വർഗീസിനെ മേയറാക്കിക്കൊണ്ടായിരുന്നു LDF ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഭരണം നിലനിർത്തിയത്. ഇതിന് ഇടയിൽ തന്നെ, അതായത് പലപ്പോഴും ഇത്തരത്തിൽ LDF-നെ വെട്ടിലാക്കുന്ന നടപടി ഈ മേയറുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു തരത്തിലും ഇടതു ക്യാമ്പ് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഈ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്നത് ഈ കോർപ്പറേഷന് വേണ്ടി പലരും പല വാഗ്ദാനങ്ങളും പ്രഖ്യാപിക്കാറുണ്ട്, പക്ഷേ കൃത്യമായി കോർപ്പറേഷൻ ചോദിച്ച പണം തന്ന ഒരേ ഒരാൾ സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജനപ്രതിനിധി എന്ന നിലയിൽ ഇദ്ദേഹം വിജയിക്കാൻ യോഗ്യനാണ് എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിയെ, പ്രത്യേകിച്ച് ഇടത് ക്യാമ്പിനെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നടപടിയാണ് ഇടത് മേയർ കൂടിയായിട്ടുള്ള MK വർഗീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ CPM നേതാക്കളുമായി എല്ലാം സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഒരിക്കലും ഇത്തരത്തിൽ മേയറുടെ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത കാലമാണ്, ശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണിക്ക് വലിയ തലവേദനയാകും LDF മേയറുടെ ഈ ഒരു പ്രതികരണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.